ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ 4-ലെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ നോക്കാം. എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഈ ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷൻ പഠിക്കുന്നതിന് മുൻപായിട്ട് ഇലക്ട്രോണിക്സ് എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇലക്ട്രോണിക്സ് അതായത് ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിച്ച് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നത് ഇലക്ട്രോൺസിൻ്റെ മോഷനാണ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഇലക്ട്രോൺസിൻ്റെ മോഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇലക്ട്രോണിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. ആൻഡ് ദർ എഫക്ട്സ് ഇൻ മെറ്റീരിയൽ സച്ച് ആസ് വാക്വം, ഗ്യാസ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ചെയ്യുമ്പോൾ, മൂവ്മെൻറ്റ് നടത്തുമ്പോൾ അത് വാക്വത്തിൽ, ഗ്യാസിൽ, സെമി കണ്ടക്ടറിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എഫക്ട്സ് ഉണ്ടാക്കുന്നു. ഇതാണ് ഇലക്ട്രോണിക്സിൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ. ഇലക്ട്രോണിക്സ് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോൺസിൻ്റെ മോഷനാണ് ഇലക്ട്രോണിക്സ്. അതുപോലെ നമുക്കിനി ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷനിലേക്ക് കടക്കാം. നമുക്കറിയാം എന്ത് കാര്യമായാലും അതിൻ്റെ എവല്യൂഷൻ ഉണ്ടായിരിക്കും. അതാണ് ഈ പറയുന്നത്. ഇപ്പം ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷൻ പറയുകയാണെങ്കിൽ വളരെ വലിയ കമ്പോണൻസിൽ നിന്ന് നമ്മൾ വളരെ ചെറിയ കമ്പോണൻസ്, അതായത് ഈ മൊബൈൽ, നമ്മുടെ കുഞ്ഞ് ലാപ്ടോപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ വളരെ വലിയ കമ്പോണൻസ്, നമ്മൾ വളരെ ചെറിയ കമ്പോണൻസിൽ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷൻ മാറി. അതാണ് ഈ സിമ്പിൾ ഡയഗ്രാം കാണിക്കുന്നത്, ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷൻ. നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷൻ പഠിക്കുമ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഫസ്റ്റ്, വാക്വം ട്യൂബ്സിൻ്റെ ഡെവലപ്മെൻറ്റ്. സെക്കൻഡ്, ട്രാൻസിസ്റ്റർ. തേർഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന IC അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇതാണ് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് വാക്വം ട്യൂബ്സ്, സെക്കൻഡ് ഈസ് ട്രാൻസിസ്റ്റേഴ്സ്, തേർഡ് ഈസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതിൻ്റെ എവല്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം വാക്വം ട്യൂബ്സ് തൊട്ട് വളരെ ചെറിയ IC വരെയുള്ള അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, വളരെ വലിയ കമ്പോണൻസിൽ നിന്ന് വളരെ ചെറിയ കമ്പോണൻസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷൻ പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ പഠിക്കുക: വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് IC. 1883 തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ചത് ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം വൺ മെറ്റൽ കണ്ടക്ടർ ടു അനദർ ത്രൂ വാക്വം. അപ്പം എഡിസൺ അത് കണ്ടുപിടിച്ചത് ഇലക്ട്രോൺസ് ഒരു മെറ്റൽ കണ്ടക്ടറിൽ നിന്ന് അടുത്ത മെറ്റൽ കണ്ടക്ടറിലേക്ക് ട്രാവൽ ചെയ്യുന്നു വാക്വത്തിൽ കൂടെ. അതിനെ പറഞ്ഞ പേരാണ് എഡിസൺ എഫക്റ്റ്. അപ്പം ആദ്യം ഈ ഒരു 1883 എഡിസൺ എഫക്റ്റ് ഓർക്കുക. സെക്കൻഡ്, ജോൺ ഫ്ലെമിംഗ് 1904 ജോൺ ഫ്ലെമിംഗ് ഈ എഡിസൺ എഫക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചതാണ് ഒരു 2 എലമെൻറ്റ് ഇലക്ട്രോൺ ട്യൂബാണ് വാക്വം ഡയോഡ്. അപ്പോൾ 1904 ജോൺ ഫ്ലെമിംഗ് വാക്വം ഡയോഡ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ചത് 1883 എഡിസൺ എഫക്റ്റ് കണ്ടുപിടിച്ചു. ഈ എഡിസൺ എഫക്റ്റ് വെച്ചിട്ട് ജോൺ ഫ്ലെമിംഗ് 1904 വാക്വം ഡയോഡ് കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് 1906 മെയ്ഡ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് ബൈ വാക്വം ട്രയോഡ് യൂസ്ഡ് ഇൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പം അടുത്തതായിട്ട് ലീ ഡി ഫോറസ്റ്റ് 1906 വാക്വം ട്രയോഡ് കണ്ടുപിടിച്ചു. അപ്പം ഈ വാക്വം ട്യൂബ്സാണ് വേൾഡ് വാർ സെക്കൻഡിന് മുൻപ് വരെ മെയിനായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നുള്ളത് ആ സമയത്തൊക്കെ റേഡിയോ ആണ് പ്രൈമറി ഫോം ഓഫ് എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റും. മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സമയത്തൊക്കെ വാക്വം ട്യൂബ് സമയത്താണ് റേഡിയോ ഇൻവെൻറ്റ് ചെയ്തത്. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ ആദ്യം വാക്വം ട്യൂബ്സിൻ്റെ കഴിഞ്ഞു, അടുത്ത പഠിക്കുന്നതാണ് ട്രാൻസിസ്റ്റർ. 3 പേര് ചേർന്നാണ് 1947 ദിസ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. അത് ജോൺ ബാർഡീൻ, വില്യം ഷോക്ലി ആൻഡ് വാൾട്ടർ ബ്രാറ്റൈൻ അറ്റ് ബെൽ ലബോറട്ടറീസ് USA. അവിടെയാണ് ഈ 1947 ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. അപ്പം ഈ ട്രാൻസിസ്റ്ററാണ് ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് വെയിറ്റ് ആണ്, ലോ കോസ്റ്റ് ആണ്, അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് എന്തുണ്ട് ഈ ട്രാൻസിസ്റ്റേഴ്സിനുണ്ട്. അടുത്ത മെയിൻ ഡെവലപ്മെൻ്റ് ആണ് 1958 ജാക്ക് കിൽബി IC കണ്ടുപിടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഫാബ്രിക്കേറ്റ് സിംഗിൾ ചിപ്പ്. ഒരു സിംഗിൾ ചിപ്പിൽ വളരെ അധികം ഇലക്ട്രോണിക് കമ്പോണൻറ്റ് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചത് വാക്വം ട്യൂബ്സ് കഴിഞ്ഞു, ട്രാൻസിസ്റ്റേഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചത് IC കഴിഞ്ഞു 1958. അടുത്ത് നമുക്ക് IC എന്താണെന്ന് നോക്കാം. ആൻഡ് IC അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇസ് സെറ്റ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഓൺ വൺ സ്മോൾ പ്ലേറ്റ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിനകത്ത് നമുക്ക് വളരെ അധികം ഇലക്ട്രോണിക് കമ്പോണൻസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ബോർഡ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ, ലാപ്ടോപ്പിൻ്റെയൊക്കെ ബോർഡ്, ഏത് ഇലക്ട്രോണിക് കമ്പോണൻറ്റ് എടുത്താലും അതിനകത്ത് നമ്മൾ ഇഷ്ടംപോലെ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റർ, ഡയോഡ്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതാണ് IC പറയുന്നത്. ഇപ്പോൾ മൈക്രോ മിനിച്ചറൈസേഷൻ പ്രോസസ് ലീഡ്സ് ഇൻവെൻഷൻ ഓഫ് IC.
അപ്പം വളരെ ചെറിയ കമ്പോണൻസ് തൊട്ട് നമുക്ക് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഐ സി. അടുത്തതായിട്ട് ഐ സിയുടെ ക്ലാസിഫിക്കേഷനാണ്. ഒരു ചിപ്പിൽ എത്ര ട്രാൻസിസ്റ്റേഴ്സ് വെക്കാമെന്നാണ് ഐ സിയുടെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് SSI. SSI എന്ന് പറഞ്ഞാൽ ഒരു ഐ സിയിൽ ലെസ് ദാൻ 100 ട്രാൻസിസ്റ്റർ വെക്കാൻ സാധിക്കും. അടുത്ത് SSI മീൻസ് സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അടുത്ത് മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ MSI. ഒരു MSIക്കകത്ത് 100 to 1000 ട്രാൻസിസ്റ്റേഴ്സ് വെക്കാൻ സാധിക്കും. അടുത്തതായിട്ട് LSIക്കകത്ത് 1000 to 10,000 വെക്കാം. LSI മീൻസ് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അത് 10,000 to 1 million ട്രാൻസിസ്റ്റേഴ്സ് വെക്കാൻ സാധിക്കും ഒരു VLSI ടെക്നോളജിക്കകത്ത്. ULSIക്കകത്ത് മോർ ദാൻ 1 million ട്രാൻസിസ്റ്റേഴ്സ് വെക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോണിക്സ് എവല്യൂഷൻ. ഈ ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷനോട് നമുക്ക് സാധ്യതകൾ നമുക്ക് കിട്ടി. ഒന്ന് വാക്വം ട്യൂബ്സ് ആണ് ആദ്യം കണ്ടുപിടിച്ചത്. അത് സ്ലോ ആയിരുന്നു, എക്സ്പെൻസീവ് ആയിരുന്നു, അത് ഫ്രജൈലായിരുന്നു, ഇത് പൊട്ടിപ്പോകുന്നതായിരുന്നു. അതായിരുന്നു വാക്വം ട്യൂബ്സ്. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്ക് മാറ്റാൻ വേണ്ടി ട്രാൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ചു. ട്രാൻസിസ്റ്റേഴ്സ് വളരെ സിമ്പിളറാണ്, ചെറുതാണ്, മച്ച് സ്മോളറാണ്, മച്ച് ചീപ്പർ, മോർ റിലയബിൾ, മച്ച് ഫാസ്റ്റർ. അത് കുറച്ച് ഫാസ്റ്റാണ്, വളരെ സിമ്പിളാണ്, സ്മോളറാണ്. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഐ സി എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിനെക്കാട്ടി വളരെ ചെറുതാണ് ഐ സി. അപ്പം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് മിനിമൈസേഷൻ ആയിട്ട് ഓൾ ദി എക്സിസ്റ്റിംഗ് ബെനിഫിറ്റ്സ് എനേബിൾഡ് അൺതോട്ട് ഓഫ് പോസിബിലിറ്റീസ്. അപ്പം നമ്മൾ ഇത്രയും നാൾ വാക്വം ട്യൂബ്സിൻ്റെയും ട്രാൻസിസ്റ്ററിൻ്റെയും ഗുണങ്ങളും പിന്നെ നമ്മൾ വിചാരിക്കാത്ത വളരെ പോസിബിലിറ്റി നമുക്ക് സാധിച്ചു, ഈ ഐ സി കൊണ്ട് നമുക്ക് സാധിച്ചു. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോണിക്സ് എവല്യൂഷൻ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് പഠിക്കുക. 1927 ബെൽ ലബോറട്ടറീസ് ഫസ്റ്റ് ടെലിവിഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. 1927. അടുത്തതായിട്ട് 1950 ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫസ്റ്റ് കളർ ടെലിവിഷൻ. 1950 ഫസ്റ്റ് കളർ ടെലിവിഷൻ ഡെമോൺസ്ട്രേഷൻ നടത്തി. 1952 യൂണിപോളാർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ FET ഷോക്ലി ഇൻവെൻറ്റ് ചെയ്തു. 1971 4-bit മൈക്രോ പ്രോസസ്സർ ഇൻ്റൽ ഡെവലപ്പ് ചെയ്തു. 1972 8-bit മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തു. അപ്പം ഇത്രയും പോയിൻറ്റ്സും കൂടെ നമ്മൾ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിൽ പഠിക്കുക. ഈ ഇയറും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും. അടുത്ത മെയിൻ ഡെവലപ്മെൻറ്റാണ് നാനോ ടെക്നോളജി. അപ്പം നാനോ ടെക്നോളജി കൂടി പഠിച്ചെങ്കിൽ മാത്രമേ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് നമ്മൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. നാനോ ടെക്നോളജി പറയുന്നത് അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. The first ever concept was presented in 1959 by the famous professor of physics Dr. Richard Feynman. ഇതിൻ്റെ കോൺസെപ്റ്റ് ആദ്യം പ്രസൻറ്റ് ചെയ്തത് 1959 റിച്ചാർഡ് ഫെയ്മാൻ എന്ന സയൻറ്റിസ്റ്റാണ്. പിന്നെ ഉള്ളത് ഇൻവെൻഷൻ ഓഫ് ദ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ഇൻ 1981 ആൻഡ് ഡിസ്കവറി ഓഫ് ഫിള്ളറീൻ ഇൻ C60 in 1985 കിട്ടുന്ന എമർജൻസ് നാനോ ടെക്നോളജി. 1981 സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്തതും ഫിള്ളറീൻ അത് C60 1985 കണ്ടുപിടിച്ചതുമാണ് നാനോ ടെക്നോളജിയുടെ ഒരു എമർജൻസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് നാനോ ടെക്നോളജി എന്നൊരു പേര് ആദ്യമായിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് സയൻറ്റിസ്റ്റ് നോറിയോ ടനിക്കുച്ചി in 1974. അപ്പോൾ നമ്മൾ നാനോ ടെക്നോളജി പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കുക. പിന്നെ വേറെ ചെറിയ കാര്യം പഠിക്കാനുള്ളത് അക്കോർഡിംഗ് ടു മൂർസ് ലോ. മൂർ പറയുന്നത് നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് ഓൺ എ ചിപ്പ് വുഡ് ബി ഡബിൾഡ് എവരി 18 months. അതായത് എവരി 18 months കൂടുമ്പോൾ ഒരു ചിപ്പിലെ കമ്പോണൻസ് ഡബിൾ ചെയ്യുന്നു. അതായത് നമ്മുടെ മൊബൈലിൽ തന്നെ നോക്കിയാൽ അറിയാം. നമുക്ക് ഏത് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്താലും ഒരു പീരീഡ് കഴിയുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടിക്കൂടി വരുന്നു. അപ്പം ഇതാണ് നമ്മുടെ നാനോ ടെക്നോളജി പഠിക്കുന്നത്. അപ്പം എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് നമ്മൾ പഠിച്ചു. വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റർ, IC, ലാസ്റ്റ് പഠിച്ചത് നാനോ ടെക്നോളജി.